എല്ലാവർക്കും നമസ്കാരം. AGKയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക്, ഒരു തണുത്ത സുപ്രഭാതത്തിൽ ഒരു ചൂടൻ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നേർന്നുകൊള്ളുന്നു. ഞാൻ നിൽക്കുന്നത് കോട്ടയത്താണ്. കോട്ടയം എന്ന് പറയുമ്പോൾ ഒരുപാട് വലിയ വലിയ ആനത്തറവാടുകൾ ഉള്ളൊരു ജില്ലയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു ആനത്തറവാടെന്ന് പറഞ്ഞാൽ ചാന്നാനിക്കാടാണ്. ചിന്തിക്കാൻ പറ്റുമോ ചാന്നാനിക്കാട് വിജയസുന്ദരം എന്ന ആനയെപ്പറ്റി, അല്ലെങ്കിൽ ആ ആന ചരിഞ്ഞു പോയത് എങ്ങനെയെന്ന്, അതിൻ്റെ കാരണം നമ്മൾ അറിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ പെട്ടെന്നൊരു ഒരു ഞെട്ടലിലേക്ക് പോകും. അത്രയും ശരീരമുള്ളൊരാന, അത്രയും ആകാരഭംഗിയുള്ളൊരാന എരണ്ടക്കെട്ടൊരു അസുഖം മൂലം ചരിഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. എങ്കിലും സത്യാവസ്ഥ നമുക്ക് അറിയാം. ആ ആനയെ കൊണ്ടു നടന്ന ഒരാനക്കാരൻ്റെയാണ് നമ്മൾ ഇന്നെടുക്കുന്ന ഇൻ്റർവ്യൂ. വേറെ ആരുമല്ല, ചാന്നാനിക്കാട് വിജയസുന്ദറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പാപ്പാനായിരുന്ന, അല്ലെങ്കിൽ അതിനെ ഒരുപാട് കാലം നല്ല രീതിക്ക് കൊണ്ടു നടന്നിരുന്ന ചാന്നാനിക്കാട് നന്ദു. ഇപ്പോഴും എനിക്ക് പറയാൻ ഇഷ്ടമുള്ളൊരു പേരതാണ്, ചാന്നാനിക്കാട് നന്ദു എന്ന് തന്നെയാണ്. നന്ദു ചേട്ടൻ്റെ ഇൻ്റർവ്യൂ ആണ് ഞങ്ങൾ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട്, ഒരു ദിവസം നമുക്ക് കിട്ടിയ കുറച്ച് സമയം കൊണ്ട് എടുത്ത ഒരു 2 എപ്പിസോഡ്, അതാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ബാക്കി പുറകാലം ഉണ്ടാവും. തീർച്ചയായും കോട്ടയത്തൊക്കെ ഞങ്ങൾ ഇനി അടുത്തൊരു പോക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും നന്ദുപ്പാപ്പാൻ്റെ ബാക്കിയൊരു എപ്പിസോഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഇതെന്തായാലും ചെറിയൊരു തുടക്കമായി തന്നെ നിങ്ങൾ കാണുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി AGKയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നന്ദുചേട്ടൻ്റെ പരിപാടി എടുക്കാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുപോലെ നമസ്കാരം. നമ്മുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ ആനപ്പണിയിലേക്ക് വന്നിട്ട് എത്ര നാളായി കാണും? ഞാനൊരു 24 വർഷമൊക്കെ അടുത്തായി. 24 വർഷം അടുത്തായി. തുടക്കം എങ്ങനെയായിരുന്നു? തുടക്കം ഞാനൊരു 9-10 വയസ്സുള്ളപ്പോഴാണ് ആനയുടെ കൂടെ വിളക്കുമാടം ഉണ്ണിച്ചൻ എന്ന് പറയും, ഉണ്ണിച്ചേട്ടൻ, പുള്ളിയുടെ ആയിരുന്നു. ചാന്നാനിക്കാട്ട് ഒറ്റക്കൊമ്പൻ്റെ ആനാനയ്ക്കാണ് ഞാൻ കൂടെ പോകുന്നത്. അതെ. പഠിത്തം പകുതി വഴിക്ക് നിർത്തിയിട്ട് പോയി? പഠിത്തം നിർത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്ക് സ്കൂളിലൊക്കെ പോയി. പിന്നെ ആനയുടെ പുറത്ത് തന്നെ വീണ്ടും പോയി. അതും ചാന്നാനിക്കാട്ട് തന്നെ ഒറ്റക്കൊമ്പ ബാലനാന, ആറുപാനൂര് ഓപ്പാഗോപാലൻ എന്ന് പറഞ്ഞ പുള്ളിയുടെ കൂടെ. പിന്നെ പുള്ളിയുടെ കൂടെ ആയിരുന്നു ആദ്യമേ. ഉണ്ണിച്ചാനോട് എത്ര കാലം ഉണ്ടായിരുന്നു? ഉണ്ണിച്ചാനോടെ ഞാൻ കുറേ നാളുണ്ടായിരുന്നു. പുള്ളി അന്ന് കൊച്ചായതുകൊണ്ട് പുള്ളി അങ്ങനെ ആനയുടെ കൂടെ ഒന്നും എന്നെ കൊണ്ടുപോകാൻ. പുള്ളി പഠിപ്പിക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യമൊക്കെ നോക്കി അവിടെ നിന്നൊക്കെ ഞാൻ എസ്കേപ്പായി. പുള്ളി എന്നെക്കാൾ മുന്നേ രാവിലെ എഴുന്നേറ്റ് ആനയുടെ കൂടെ പോകും. പിന്നെ വേറൊരു കിടങ്ങൂര് ഒരു സേതുലക്ഷ്മി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആന മേടിച്ചായിരുന്നു തെക്കനാട്ട്. അവിടെ താനക്കിലോട്ട് ഞാൻ പുള്ളിയോട് പറയാതെ നേരെ അങ്ങോട്ട് പോകുമായിരുന്നു. ഉണ്ണിച്ചൻ്റെ അവിടെ നിന്ന് പോകുമായിരുന്നു. ഉണ്ണിച്ചനപ്പോൾ അവിടെ നിന്ന് നമ്മൾ കാര്യമായിട്ട് ഒരു ആനപ്പണി എന്ന രീതിയിൽ കൂടുതലും നമ്മൾ ഞാൻ അങ്ങനെ ആനപ്പണിയൊന്നും പുള്ളിയോട് നിന്നും അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ ആശാനാണ് പുള്ളി ചെയ്യുന്ന കണ്ടാണ് നമ്മളെല്ലാം പഠിച്ചതും ആദ്യത്തെ കാഴ്ച നമ്മൾ കണ്ടത്. അതെ. അത് കഴിഞ്ഞ് പിന്നെ പുള്ളി ആനയുടെ കൂടെ അന്ന് ചെറുപ്പമല്ലേ, കൊണ്ടുപോയാലെന്നുള്ളൊരു ഇത് തോന്നിയപ്പോൾ നമ്മൾ ഇടയ്ക്ക് ചാടി. പിന്നെ പുള്ളിയുടെ കൂടെ പോയിട്ടില്ല. ഇല്ല. ഇടയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് സ്കൂളിലും പോയി. അത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയായിരുന്നു. അത് കുറച്ചാൾ പോയിട്ട് വീണ്ടും സാഹചര്യമൊക്കെ ഇച്ചിരി പ്രശ്നമായിരുന്നു. അങ്ങനെ പോയി. അന്ന് ഏതായിരുന്നു ആന വിളക്കുമാട ഉണ്ണിച്ചേട്ടൻ്റെ? അന്ന് ഞാൻ പോകുന്ന എൻ്റെ ആദ്യത്തെ ആന എന്ന് പറയുന്നത് ചാന്നാനിക്കാട് ഒറ്റക്കൊമ്പൻ രായൻ എന്ന് പറയും. ആനയില്ലിപ്പം കൊടുത്തിട്ട് ആന ചെയ്യുമായിരുന്നു. അത് എങ്ങനെയുണ്ടായിരുന്നു ആനയുടെ ആ ഒരു രീതികളൊക്കെ? ആന ഒരു സാധു ആനയായിരുന്നു, ഒറ്റക്കൊമ്പായിരുന്നു. അത് നാടനാനയാണ്. മോഴയാനയ്ക്ക് കൊമ്പ് ഇങ്ങനെ മേളിലോട്ട് പൊങ്ങിയതാണെന്നാണ് പറയുന്നത്. ആ കൊമ്പയിലെ വക്ക മാത്രമേ ഇടയത്തുള്ളത്. അപ്പോൾ കൊമ്പ് ഇങ്ങനെ തേഞ്ഞിട്ട് ഇങ്ങനെ പിരിഞ്ഞ കൊമ്പ് പോലെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അത് തീറ്റ ഒന്നും എടുക്കത്തില്ല. തീറ്റ നമ്മൾ പിടിയാനയ്ക്ക് കെട്ടി വെക്കുന്ന പോലെ കെട്ടി വെച്ചതിന് മേളിൽ കഴ കെട്ടി വെച്ചിട്ടാണ് അതേ കടിച്ചെടുക്കുള്ളൂ. കൊമ്പയത്തെ ഒറ്റക്കൊമ്പല സാധാരണ ചിലപ്പോൾ ഒറ്റക്കൊമ്പനാനൊക്കെ തീറ്റ എടുക്കുമല്ലോ, താങ്ങുമല്ലോ. ഇതങ്ങനെ എടുക്കത്തില്ല. അപ്പോൾ ചിലർ പറയുന്നത് കേട്ടേക്കുന്നത് മോഴയാന കൊമ്പ് ഇങ്ങനെ തേറ്റ വളർന്ന് ഇങ്ങനെ നിവർന്ന് വന്നതെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് അറിയത്തില്ല. പിന്നെ അതിനുശേഷം സേതുലക്ഷ്മിയാനയ്ക്ക് അത് കഴിഞ്ഞ് പിന്നെ അല്ല, സേതുലക്ഷ്മി അല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പിന്നെയാണ് ഒന്നുകൂടെ പഠിക്കാനൊക്കെ പോയി. പുള്ളിയുടെ അടുത്ത് നിന്ന് ഇങ്ങനെ മാറി വന്നിട്ടാണ് വീണ്ടും ഒറ്റക്കൊമ്പൻ ബാലനാനയ്ക്ക്. അത് ഒറ്റക്കൊമ്പനായിരുന്നു. അത് നമ്മുടെ അറുമാനൂര്. അല്ലല്ല, അത് ഒറ്റക്കൊമ്പൻ. അതെ, കൊമ്പ് പോയത്. അത് ഓപ്പഗോപാലൻ എന്ന് പറഞ്ഞുകൊണ്ട് അറുമാനൂരുള്ള പുള്ളിയുടെ കൂടെ ആയിരുന്നു ഞാൻ. അത് പുള്ളിയുടെ കൂടെ ഞാനൊരു കുറച്ചാളുണ്ടായിരുന്നു. അത്ര നാളത്തെ കാര്യമില്ല, അത്ര നാളൊന്നും തന്നെ കറക്റ്റായിട്ട് ഓർമ്മയൊന്നുമില്ല. അന്ന് ഞാൻ തെറിച്ച് നടക്കുമല്ലേ. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ പോയി എന്ന് പറയുന്ന ആള്. പിന്നെ ഉണ്ണിച്ചൻ്റെ അടുത്ത് അന്നത്തോടെ അത് കഴിഞ്ഞു. പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. പിന്നെ ഇങ്ങനെ ആനയായിട്ട് പോയി പുറത്ത് ബന്ധങ്ങളായി. മറ്റുള്ള ആനക്കാർ അന്നൊന്നും വണ്ടിയിലൊന്നും നമ്മൾ നടന്നു പോകണം, മൊബൈലൊന്നും ഇല്ല. അപ്പോൾ ഞങ്ങൾ അടുത്ത അമ്പലപ്പറമ്പിലോട്ട് ഇങ്ങനെ നടന്നു പോകും. പിന്നെ ആരുടെയും കൂടെ ചുമ്മാ
ഞാൻ അവരും കൂടെ കൂട്ടിക്കോളും. അത് 2-3 പേരെ കാണും. 10-60 കിലോമീറ്ററൊക്കെ നടക്കുക അടുത്ത സ്ഥലത്തോട് പോകുമല്ലോ വണ്ടിയല്ലേ. കോട്ടയത്തെ പരിപാടി കഴിഞ്ഞിട്ട് നേരെ ചിലപ്പോൾ അടുത്ത ദിവസം പാലായിലായിരിക്കും, പേട്ടാ ഭാഗത്തായിരിക്കും, ഇല്ല എറണാകുളത്തായിരിക്കും. നമ്മൾ പോവാ, ടയറും കത്തിച്ച് പിടിച്ച് കൂടെ അങ്ങ് പോവാ. വഴിയടി പൈസ ഒന്നും കിട്ടത്തില്ല. അത് പൊക്കോളാൻ പറഞ്ഞാൽ നമ്മൾ പോകുന്നില്ല. ഭക്ഷണം പിന്നെ മേടിച്ചു തരും. അതെ, ഭക്ഷണം മേടിച്ചു തരും. ശമ്പളമായിട്ട് ഒന്നുമില്ല. എന്നാ തെറി പറഞ്ഞാലും നമ്മൾ പോകത്തില്ല. ഇപ്പൊ ഒക്കെ തെറി പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ 1000 രൂപ, 1500 രൂപ, 2000 രൂപ തച്ചാ 3-ാമന് വരും പിള്ളേർക്ക്. അവരോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ അന്നേരം പറയും എനിക്ക് സൗകര്യമില്ല, നീ വേറെ ആരും നോക്കിക്കോളാൻ പറയും. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ നിൽക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പറയുന്നേ, എന്നാക്കെ തെറിയൊക്കെ കേട്ടിട്ടുണ്ടെന്ന് പറയും. വടിക്കുമ്പോഴുള്ള അടി അത് ക്രൂരമായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇഷ്ടം പോലെ. അതുപോലെ തെറിയൊക്കെ കേൾക്കുന്നേ. എന്നാലും നമ്മൾ പോകത്തൊന്നുമില്ല, നമ്മൾ കൂടെ നിൽക്കും. അത്ര ഹരമായിരുന്നു. അത് പനങ്കയൊക്കെ ചുമ്മാ വെട്ടി കിടത്തേ ഉള്ളൂ. എന്നിട്ട് പറയും ചുമന്നോളാൻ 5 കയ്യാൽ. അത് പണി കഴിയുന്ന ആനയൊന്ന് ഒരു 10 കൈ വെച്ച് ഇങ്ങോട്ട് എടുപ്പിച്ചാൽ മതി. എടുപ്പിക്കുമല്ല, ആനയെ കൊണ്ട് അന്നേരം വെള്ളം കൊടുത്ത് അവർ കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചുമന്നിട്ട് കൊടുക്കണം. 15 കയ്യാലും ഉണ്ടെങ്കിലും ചുമന്നോണം. രാവിലെ കൊണ്ട് ചില ദിവസം കഴുകാൻ കൊണ്ട് കിടത്തി കഴിഞ്ഞാൽ രാവിലെ കഴുകാൻ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 6 മണിയാവാതെ ആന ഏൽപ്പിക്കുമല്ല. അപ്പം അങ്ങനെയുള്ളൊരു സെറ്റപ്പായിരുന്നു. അതെ. അതിനുശേഷം ഈ ബാലനാനയ്ക്ക് ശേഷം ബാലനാനയുടെ കൂടെ എത്ര നാളുണ്ടായിരുന്നു? ബാലനാനയുടെ ഒരു 3-4 മാസത്തോളം മേളിലുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ നാളുണ്ടായിരുന്നു ഇവിടെ. ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ അന്ന് ചെറുപ്പമല്ലേ, അപ്പം ഒരു കൊതികുത്തൊക്കെ ആയിട്ട് അങ്ങനെ പണങ്ങി പോയത്. അങ്ങണ്ടാ ഒരു കൂടെ വന്ന ഒരാളുമായിട്ട് ചെറിയൊരു പണക്കായിട്ട് പോയതാ കൊതികുത്ത്. നമ്മൾ വെച്ചല്ലേ, അവരൊക്കെ വലിയ ഏട്ടന്മാരല്ലേ. പുള്ളിയൊന്നും ഇപ്പൊ ഇല്ല. ഈ നമ്മൾ അത്യാവശ്യം പണി പഠിച്ച ഒരാന, നമ്മളല്ലെങ്കിൽ നമ്മളെ പണി പഠിപ്പിച്ച ഒരു ആന എന്ന് പറയുമ്പോൾ അത് ഏതായിരിക്കും? അത്യാവശ്യം നമ്മളെ മണ്ടയ്ക്കിരുന്ന് കാര്യങ്ങളൊക്കെ നേടാനും എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ ആശാനാനെന്നൊക്കെ പറയുമല്ലോ. അതെ, അങ്ങനെ ഇപ്പം പ്രത്യേകിച്ച് തന്നെ അങ്ങനെ ആരും പ്രത്യേകിച്ച് ഒരു ആനയുടെ വിളി നിനക്ക് പണിയാൻ അറിയാടാ, നീ കയറി പണിതോളാൻ പറഞ്ഞ ആരും അങ്ങനെ കേട്ടിട്ടൊന്നുമില്ല. ആശാന്റെ കൂടെ എനിക്കത് നടന്നിട്ടില്ല. പിന്നെ അങ്ങനെ ഞാൻ പണിയാൻ കയറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ ചുമല കയറുന്ന ആന കൊമ്പനാനെന്ന് പറഞ്ഞ ചാതാനിക്കട്ടെ ചട്ടനാന രാജനാന. അത് ഞങ്ങൾ കൂന്നി പണിയുമ്പോൾ ഞാനാണ് പണിതുകൊണ്ടിരുന്നത്. പിന്നെ അന്നെന്ന് പറയുമ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ അന്നൊക്കെ എനിക്ക് ഒരു 14 വയസ്സ് 13 വയസ്സ് അത്ര ഉള്ളെന്ന് എനിക്ക് തോന്നുന്നത്. ആദ്യത്തെ ചുമലാന രാജനാന കയറുമ്പോൾ എനിക്ക് അത്ര ഉള്ളെന്ന് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് ഓർമ്മയില്ല. ആനയാണ് എൻ്റെ ആദ്യത്തെ ഞാൻ പണിയാൻ കയറുന്ന ആന. അതിനു മുമ്പ് ഈ 2 ആന, ഒന്ന് 2 കൊമ്പനാന അത് കൂടെ നിന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ സേതുലക്ഷ്മിയാന, പിന്നെ അയ്യപ്പൻകുട്ടിയാനയുടെ കൂടെ വന്നിട്ടുണ്ട്. ചാന്താനിക്കട്ടെ എല്ലാം ചാന്താനിക്കട്ട. അതെ അവിടെ വിട്ടൊരു കേസില്ല. ചാന്താനിക്കാരാണ് നമ്മളെ ഒന്ന് നിലയുറപ്പിച്ചത്. അതെ എന്നാ പറഞ്ഞല്ലാതെ. ഈ 2 ഇപ്പം ആനകളിൽ ഇപ്പം ഒരുപാട് പ്രത്യേകതയുള്ള ആനയാണ് ഈ ഒറ്റക്കൊമ്പനാനകളെന്നൊക്കെ പറഞ്ഞത് ഓരോ കാര്യത്തിലും. അപ്പം 2 കൊമ്പനാനകളുടെ കൂടെ 3 മാസമെങ്കിൽ 3 മാസം നമ്മൾ അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ചു. അതിനുശേഷം വരുന്നത് ഒരു പിടിയാനയ്ക്കലാണ്. അതെ, ഈ പിടിയാന നമ്മൾ അത്ര നിസ്സാരമായി കാണേണ്ട ഒന്നല്ല. കൊമ്പനാനേക്കാളും വാശിയുള്ള പിടിയാനകളുണ്ട് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ സേതുലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പം എനിക്ക് ഒരു 35 വയസ്സ് 36 വയസ്സൊക്കെ ആവാറായി. അപ്പോൾ അന്നെന്ന് പറയുമ്പോൾ എൻ്റെ പ്രായം എന്ന് പറയുന്നത് ഒരു 12-13 വയസ്സ് ആ സമയം. എനിക്ക് 12 വയസ്സാണെന്ന് പറയും. പിടിയാനൊക്കെ ഇരിക്കുമ്പോൾ 12 വയസ്സാണെന്ന് എനിക്ക് തോന്നുന്നത്. അന്ന് ഇവരുടെ കൂടെയൊക്കെ പോയി ആനപ്പണി എന്നാന്ന് ആനയുടെ കൂടെ നടക്കുക ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട്. ആനപ്പണി എന്നാന്നോ ഇതൊന്നും നമുക്കറിയത്തില്ല. ആ പിടിയാനയുടെ സ്വഭാവം എന്നാന്നും അറിയത്തില്ല. ചെല്ലുന്നു കൊണ്ടു നടക്കാൻ അറിയാം. അതിനെ കൊണ്ടൊരു ശല്യം വഴക്ക്. നമ്മളിപ്പോൾ ഒരു ആന എടുത്ത് കഴിയുമ്പോൾ ആനയെ നമ്മൾ അന്ന് അന്വേഷിച്ചിട്ട് നമ്മൾ പോയി ഇന്നും ജീവുള്ള ആനയുടെ കീഴെ കയറി. അതിനെ അന്നത്തെ സമയത്ത് നമുക്കറിയത്തില്ലല്ലോ. അന്ന് ആന എടുത്ത് ചെല്ലുമ്പോഴത്തേനും നമുക്കറിയാം ഇവിടെ ആന ഇസറ്റാന ഇടത്താനെ വലത്താനെ ആനെ 2 അടിയും വെച്ച് കൊടുക്കും കയറിപ്പോവും. അന്നത്തെ സമയത്താ അതാണ് ചുമതല. അതിലാണ് ഒരു ആന എങ്ങനെ ഒന്ന് കൈകാര്യം ചെയ്യണം എന്നുള്ളൊരു പഠിക്കുന്നത്. അങ്ങനെ ഞാനൊരു 6 മാസത്തോളം ഞാൻ അവിടെ നിന്നു ആനയ്ക്ക്. അതും ഈ പറഞ്ഞ ചാന്താനിക്കാട് തന്നെ അല്ല, അത് കിടങ്ങൂര് തെക്കനാട്ട് സേതുലക്ഷ്മി എന്ന് പറയുന്ന ആനയാണ് എൻ്റെ ആദ്യത്തെ ചുമതലയാണ്. ചുമതല എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല. അവരെന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു. പിന്നെ ഞാനതങ്ങ് ചുമതല നമ്മൾ തന്നെ തീറ്റ വിട്ട് എല്ലാം ഞാൻ തന്നെ കഴുകാൻ പോകുന്നതല്ല. എൻ്റെ ആ ഒരു വീഡിയോ ഒക്കെ E4 Elephant അന്നത്തെ കാലത്ത് വന്നിട്ടുണ്ട്. ചേട്ടൻ എടുത്തിട്ടുണ്ട്. ആന കഴുകുന്നതും കുളിപ്പിക്കുന്നതും. അതിനകത്ത് ആ വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് കാണാം. എൻ്റെ ആ പ്രായത്തിൻ്റെ അതാണ്. കൊച്ചായിരുന്നു. അതിനുശേഷമാണ് ചട്ടൻ ആനയ്ക്ക് വരുന്നത്. അതിനുശേഷം ഞാൻ പിന്നെ കുറേ നാളിങ്ങനെ അതിനുശേഷം ചട്ടനാനയ്ക്കല്ല, അതിനുശേഷം ഞാൻ കുറച്ച് നാൾ പിന്നെ പണിക്കൊന്നും പോയൊന്നുമില്ല. ഇങ്ങനെ നടക്കുക. പിന്നെ ആ പ്രായമല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ചാന്താനിക്കട്ടെ സുനന്ദയാനയ്ക്ക് കുറേ നാൾ കഴിഞ്ഞു. പിന്നെ അതിനിടയ്ക്ക് പല ആനയ്ക്കൊക്കെ പോയി കേട്ടോ. തീറ്റ വെട്ടാനും എല്ലാം ഒന്നും കറക്റ്റ് ഒന്നും എവിടെയൊക്കെ അങ്ങനെ അതിൻ്റെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ചാടിയൊന്നും ഓർമ്മയില്ല. പിന്നെ ഒരു പ്രായം കഴിഞ്ഞ് ചാന്താനിക്കാട്ട് വീണ്ടും വന്നു. അവിടുത്തെ കുറേ ആനയ്ക്കലൊക്കെ പിന്നീട് വരുന്നത് ചാന്താനിക്കാട്. അതെ, പിന്നെ ഒരുമാതിരിപ്പെട്ട ആനയ്ക്കൊക്കെ വേറെ നിന്നു. വനജ എല്ലാ ആനയ്ക്ക് നിന്നിട്ടുണ്ട്.
കാരണം ഒരുമാതിരിപ്പെട്ടവർക്ക് ചാന്നാനിക്കാട്ട് ആ സമയത്ത് ഉണ്ടായിരുന്ന ആനയൊക്കെ അറിയാം എല്ലാവർക്കും. ഇതും പറയണ്ട, ചാന്നാനൊക്കെ ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയാം. പിന്നെ നമ്മുടെ പോട്ടറ നാരായണൻ ചേട്ടൻ്റെ കൂടാണ് സുനന്ദയാനയ്ക്ക് വരുന്നത്. അന്നേരം അതിൻ്റെ കൂടെ വേറൊരു പിടിയാനും കൂടെ ഉണ്ടായിരുന്നു. കൊല്ലത്തെ ഷായിച്ചേൻ്റെ ഇന്ന് മേടിച്ച 2 പിടിയാന. സുനന്ദയുടെ കൂടെ വേറൊരു ചാന്നാനിക്കാട് വിജയനാനെ പോലൊരു പിടിയാന ഉണ്ടായിരുന്നു. അതിനെ കൊടുത്തു. അതിപ്പോൾ എവിടെയാണെന്ന് അറിയത്തില്ല അവിടെ. അതും ഈ സുനന്ദയും കൂടെ വരുന്നത്. ഒന്ന് ഒത്തിരി ആനയുള്ള സമയം ചാന്നാനിക്കാട്ട്. പിന്നെ ഞാൻ സുനന്ദയാനയ്ക്കായിരുന്നു. ഈ നാരായണൻ ചേട്ടന് കാലിന് ഇച്ചിരി മേലാടിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളെ കൊണ്ട് നടക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. പുള്ളി നമ്മുടെ രാശാനെ പോലെ നമ്മളാണ്. പുള്ളി മരിച്ചു പോയി കേട്ടോ, മരിച്ചുപോയി. ആനയാണ് അത് കഴിഞ്ഞിട്ട് പുള്ളി മാറി. ആന ഞാൻ പിന്നെ സ്വന്തമായിട്ടങ്ങ് ഏറ്റെടുത്തു. പുള്ളിക്ക് വയ്യാഴിയായി മാറിയായിരുന്നു. ഞാൻ തന്നെ എനിക്ക് അവർ പറഞ്ഞു, ചാന്നാനിക്കാട്ടെ ചേച്ചേട്ടനും കണ്ണനും ഒക്കെ പറഞ്ഞു, ഇനിയിപ്പോൾ നീ മര്യാദയ്ക്ക് നീ തന്നെ കൊണ്ട് നടക്കണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാനായിരുന്നു ആദ്യമായിട്ട് എന്നെ വക്കെടുത്ത് കഴിപ്പിക്കുന്നതും. അതായത് ഞാൻ തന്നെ. അതെന്നാന്ന് വെച്ചാൽ നമുക്ക് ഒരുമാതിരിപ്പെട്ട ആനക്കാർക്കൊന്നും കിട്ടത്തില്ല ഇപ്പോഴത്തെ കാലത്തൊന്നും. ഒരു കെട്ടിപ്പഴക്കുക എന്നൊക്കെ പറയുന്നത് അറിവുള്ളവർക്ക് പറഞ്ഞിരിക്കുന്ന പണിയത്. ഒരാനെ കെട്ടിപ്പഴക്കി എടുക്കുക. ഇപ്പം എന്നോട് ആന കെട്ടിപ്പഴക്കാൻ പറഞ്ഞാൽ എനിക്കറിയൊന്നുമില്ല. പിന്നെ ഞാൻ ഇപ്പം പറയുവാണെങ്കിൽ ഞാനൊരു കെട്ടിപ്പഴക്കി ആനയത്. എൻ്റെ അമരം പൊക്കാനും നട പൊക്കാനും ഒക്കെ ഞാനാണ് പഠിപ്പിച്ചത്. ഇപ്പം വീര്യാന എന്ന് പറഞ്ഞാലും വെള്ളം ഒഴിക്കാനാണേലും എല്ലാം ഒരുമാതിരി വക്കെടുത്ത് ഘടിപ്പിച്ചതും അതിനെ പിന്നാക്കം നിന്ന് ആന തടി വലിക്കാനും മേയ്ക്ക് ആന എടുത്തുകൊണ്ട് പോകാനും അത്യാവശ്യം കാലും എനിക്കറിയാവുന്ന രീതിയിലുള്ള അത്യാവശ്യ കാലും കാര്യങ്ങളൊക്കെ ഞാൻ ആന എൻ്റെ രീതിക്കായിരുന്നു ഞാൻ ചെയ്യിപ്പിച്ചത്. ഞാൻ പഠിച്ചത്. അതായത് ആനയും പഠിച്ചു, ഞാനും പഠിച്ചു. പിന്നെ ആന കിടത്തിയതെന്ന് പറഞ്ഞാൽ അത് ഞാൻ ഒറ്റയ്ക്കല്ല, ആന നായരിപ്പം ഇരിക്കുള്ളായിരുന്നു. പിന്നെ പാലായിലെ ശിവൻചേട്ടൻ എന്ന് പറയും. ശിവൻചേട്ടൻ്റെ മകനുണ്ട്, 2 ആനക്കാരെ, തങ്കൻചേട്ടനും ബാബുചേട്ടൻ എന്ന് പറയും. ഗുരുവായൂരപ്പനാനൊക്കെ കയറിയിട്ടുള്ള ശിവൻചേട്ടൻ്റെ തങ്കൻചേട്ടനാണ്. തങ്കൻചേട്ടൻ ഞങ്ങളും കൂടാണ് ആന നായരിപ്പിരുന്ന ആന നിലത്ത് കിടത്തുന്നത് 2 സൈഡും. പുള്ളിയാണ് അവിടെ ചെയ്യുന്നതൊക്കെ ചെയ്യുന്നത്. പിന്നെ ആനയ്ക്കായിരുന്നു ഞാൻ. നമ്മളൊരു കുട്ടിയൊക്കെ ഒരു ആനയും പ്രായം വലിയ കുഴപ്പമൊന്നുമില്ല. ഞാനും ആനയും കൂടെ വരുന്നതാണ്. ഞാൻ ആനയുടെ ഇങ്ങനെ തണ്ടല്ല ഇങ്ങനെ കൈ ഇങ്ങനെ പിടിക്കുന്ന ഒരു ഫോട്ടോയൊക്കെ ഉണ്ട്. അത് തിരുനക്കര താഴത്തമ്പലത്തിൽ കൂട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുന്നത്. അന്നേരം അത്ര ഉള്ളൂ, ഇത്ര എൻ്റെ പകുതിയുടെ പകുതി ഇല്ല. ആനയുടെ തലക്കുന്നിയുടെ മേളിലുണ്ട് എൻ്റെ തല ഉണ്ട്. ആ ഫോട്ടോ കാണുമ്പോൾ അറിയാം. ആനയാണ് ഒരാന എങ്ങനെ കൊണ്ടു കിടക്കണമെന്നും ഒരാനയെ സ്വന്തമായിട്ട് നമ്മൾ, അതായത് സ്വന്തം മുതലിനെ പോലെ കൊണ്ടു നടന്ന ഒരു സാധനം സുനന്ദ. നല്ല അഴകും ആനയെ കാണാം. അതെ പിടിക്കുകയല്ല, എന്നാ കുഴപ്പം. അത് എന്നാ പറഞ്ഞാലും അവള് പിടിക്കുക തന്നെ എല്ലാ കാര്യത്തിനും. കാരണം ഒരു കാര്യം ഒന്ന് കാണിച്ചു കൊടുത്താൽ അന്നേരം അത് പഠിക്കും. എൻ്റെ വലിയ മിടുക്കൊന്നും അല്ല, അതിന് പഠിക്കാൻ നല്ല മനസ്സുള്ളതുകൊണ്ട് അതെല്ലാം കാണിച്ചു കൊടുത്ത് അന്നേരം പഠിച്ചെടുത്തു. അതുകൊണ്ടാണ് അതിൻ്റെ പ്രായം അതായിരുന്നു. പിന്നെ അതിനുശേഷം സുനന്ദയാനയ്ക്ക് ശേഷം വരുന്ന ആന സുനന്ദയാനയ്ക്കൊന്നും ഇതുപോലെ ഞാൻ തന്നെ ആയിരുന്നു. കുറേ നാൾ ഇങ്ങനെ കഴിഞ്ഞിട്ട് അവിടുത്തെ ആനയ്ക്ക് തന്നെ സുനന്ദയാനയ്ക്ക് ഞാൻ മാറി, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. ചാന്നാനിക്കാട്ട് ഒത്തിരി ആനയുണ്ട്, പല ആനയ്ക്ക് നമ്മൾ പോകും. നമ്മളവിടുത്തെ ഒരു ഇതായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എല്ലാ ആനയ്ക്കും കയ്യാളായിട്ടും എല്ലാത്തിനും എനിക്ക് തീറ്റ വിട്ടും. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തീറ്റ വിട്ടാൻ പോയി ഞാനൊക്കെ ഒരു 9 പന 10 പനയിലൊക്കെ കയറുമായിരുന്നു ആ സമയത്ത്. അതായത് വെളുപ്പിന് 5 മണിക്ക് പോയി കഴിഞ്ഞാൽ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഞങ്ങൾ കഴിക്കാൻ കയറുന്നത്. അത് ഷാപ്പിൽ കയറി കപ്പയും ബീഫൊക്കെ കഴിയും. പിന്നെ ഒരു 5 മണിയോട് കഴിഞ്ഞു കഴിഞ്ഞു. ഒരു ഉച്ചയ്ക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേനും തീറ്റയായിട്ട് ചെല്ലും. മൊത്തം ആനയ്ക്കുള്ള തീറ്റ മൊത്തം ഞാൻ അവിടെ ഇപ്പം 5 ആനയാണ് 6 ആനയാണ് എല്ലാവരും കൂടെ ഉള്ളതാണ്. ഞങ്ങൾ 8-9 പേരെ അങ്ങ് പോകും. അത് 10 പനയൊക്കെയാണ് കയറുന്നത് അന്നത്തെ. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ടാണ്. അപ്പം ഞാൻ കയറും, നമ്മുടെ തുരുത്തി വിഷ്ണു അവനും കയറും പനയിൽ. അന്നൊക്കെ അവനൊക്കെ 9 പനയൊക്കെ കയറും. എൻ്റെ പുറകെ വാശി പിടിച്ചിട്ടുണ്ട്. പിന്നെ ചങ്ങനാശ്ശേരിയിലെ ബിജീഷ് എന്ന് പറയും, കറപ്പായി എന്നൊക്കെ വിളിക്കുന്നു. നമ്മുടെ മറ്റേ ഗംഗാരനാനൊക്കെ കയറിക്കൊണ്ടിരുന്നത്. അവനൊക്കെ അന്ന് നമ്മുടെ ശിഷ്യനാ. അവനൊക്കെ അന്നൊക്കെ എൻ്റെ പുറകെ വന്നത് ഞാൻ കയറുന്ന മനൊന്നും അത്രയും ഇപ്പം വരത്തില്ലായിരുന്നു. എൻ്റെ പ്രായമായിരുന്നു കേട്ടോ. ഇപ്പം ഒന്നും അവൻ്റെ പുറകെ അവൻ കയറുന്ന മനൊന്നും എന്നെ കൂടെ കയറാൻ പറ്റുമല്ല. കാല കമ്പിയൊക്കെ ആയി, അത്രയൊക്കെ ആയി. അത് പ്രായമായിട്ടൊന്നുമല്ല, നമുക്ക് കുറേ അങ്ങ് ഒരിതായി പോയി, നമ്മൾ ഞാൻ കയറുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞിട്ടാണ് കുറേ നാൾ പിന്നെ പണിക്ക് പോകാതെ ഇരുന്ന് വേറെ പണിക്കൊക്കെ പോകുമായിരുന്നു. വണ്ടിയിലൊക്കെ പോയി ഇങ്ങനെ നടന്നു. പിന്നെയാണ് ഗുരുവായൂരപ്പന എൻ്റെ ചിറ്റയുടെ വീടുണ്ട് മാലത്ത് മണർകാട്. അപ്പോൾ അവിടെ സുനന്ദയെ കൊണ്ടുപോയി നിർത്തിയേക്കുമായിരുന്നു. കുറേ പരിപാടിയായിട്ട് പോയതാണോ? അല്ല, ഞാൻ ആ വീടിൻ്റെ അവിടെ നമ്മുടെ ഇവിടെ തൊട്ടടുത്താണ് നമ്മൾ ആനക്കാരെ വീട്ടിൽ കൊണ്ടു കിട്ടുന്ന. അപ്പം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത് തോടുണ്ട്. ആ പറമ്പിൽ തന്നെ ഇഷ്ടം പോലെ പനയാണ് നിൽക്കും. അപ്പോൾ അവിടെ ഓണർ നമുക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിനെ. അപ്പോൾ അവിടുന്ന് വന തീറ്റ വിട്ട് അവിടെ ആയിരുന്നു. അങ്ങനെ വരാൻ കഴിഞ്ഞപ്പോഴത്തേനും ഇന്നടത്തൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു, വൈക്കത്ത് പാട്ടമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ ഇച്ചിരി പൈസയുടെ എന്തോ പ്രശ്നം കാരണം പറഞ്ഞു ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. കൊങ്ങാണ്ടൂർ അമ്പലത്തിൻ്റെ അവിടെ നമ്മുടെ അയർക്കുന്ന കുട്ടായിച്ചാറിൻ്റെ കെയർ ഓഫിൽ ഷാലിക്കുട്ടനെയും കുട്ടായും കൂടെ ആദ്യമായിട്ട് അവിടെ കൊണ്ട് ഏൽപ്പിക്കുക. അങ്ങനെയാണ് ഷാലിക്കുട്ടൻ, തുരുത്തിയിലെ ചങ്ങനാശ്ശേരി ഷാലിക്കുട്ടൻ ആദ്യമായിട്ട് ആനയെ മുഖം കയറുന്നത്. സുനന്ദയുടെ മേളിൽ കയറ്റിയിരുത്തി കഴിഞ്ഞാൽ പേടി കാറുമായിരുന്നു പണ്ട്. അവൻ ആന കയറി. അങ്ങനെ പിന്നെ അന്ന് നേരെ അവിടെ നിന്ന് ഞാൻ ഇത്തിദാനം ഗുരുവായൂരപ്പനാനക്കിലോട്ട് പോവാം. ജീശേട്ടൻ വിളിച്ചിട്ട് കൂടെ നിൽക്കാനായിട്ട്. അല്ല, പിന്നെ ഞാൻ നേരെ പോവാ. അന്ന്
അന്ന് ഞാൻ കൂടെ നിൽക്കാനാണ് അന്ന് കൂടെ നിൽക്കാൻ വേണ്ടി അന്ന് തീറ്റ വെട്ടാനോ എന്തോ കാര്യത്തിനാണ് പോകുന്നത്. അല്ല ആന അഴിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ആന അഴിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പം അവിടെ ചെന്ന് വിഷ്ണു ഉണ്ടായിരുന്നു, നമ്മുടെ തുരുത്തി. ഞാൻ, വിഷ്ണു, നമ്മുടെ ഇപ്പം തോട്ടേക്കാട്ട് രാജശേഖരനാന കയറുന്ന അഖില്, ഞങ്ങൾ 3 പേരും കൂടെ ഉണ്ടായിരുന്നു അവിടെ. ഒന്നുകൊണ്ടായിരുന്നു. ഇടയ്ക്ക് വിഷ്ണു അങ്ങ് മാറി. ആനയ്ക്ക് പിന്നെ കുറേ നാളുകളായിട്ട് പണ്ട് തൃശ്ശൂരം കണ്ട് വെച്ച് ആന തെറ്റി നടക്കാണ്ട് മടങ്ങോ ഇടികൊണ്ടോ എന്തോ സംഭവിച്ചിട്ട് നടക്ക് ഭയങ്കര നീരായിരുന്നു. കുറച്ച് നാളായിട്ട് റെസ്റ്റ് ആയിരുന്നു. ആ സമയത്ത് ഞങ്ങളായിരുന്നു. വിഷ്ണു അങ്ങ് പോയി. അപ്പം അവന് വേറൊരു ആന കിട്ടി, അവനങ്ങ് പോയി. ഞാനും അഖിലും ഒക്കെ ആയിരുന്നു. ഒരു കുറേ നാളുകൾ കഷ്ടപ്പെട്ടു ഭയങ്കര റെഡിയായെടുക്കുക. ഞാൻ തന്നെയായിരുന്നു. പിന്നെ റെഡിയാക്കി ഒരു 2 കിലോമീറ്ററൊക്കെ നടന്നിട്ട് രാവിലെ നടന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ആവാതെ തിരിച്ച് വരത്തില്ലായിരുന്നു. 2 കിലോമീറ്റർ. അപ്പോൾ ആന നടക്കുന്ന എന്തോ ഒരു സ്പീഡാണ് നടത്താൻ മതി. അത്ര ഷോ ആയിരുന്നു. ആ നേരത്ത് കുത്താൻ മേലായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ആന ചാടി എഴുന്നേറ്റ് എന്നെ അങ്ങ് ഓടിച്ചു. നിലത്ത് കുത്തി. സന്തോഷമായി. ഞങ്ങൾ പിടിക്കാനും നിന്നില്ല. കുറേ നേരം വട്ടം കറങ്ങി ആനെ പിടിച്ച് കെട്ടി. ഒരാഴ്ച കഴിഞ്ഞ് ആന കുലിച്ചു. അതിനിടയ്ക്ക് അകലൊക്കെ പോയി. മറ്റുള്ളവർ ഒത്തിരി പേര് മാറി വന്നു. അങ്ങനെ 1 വർഷം മുകളിലോളം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ പ്രായം ഇച്ചിരി കുറവായിരുന്നു. ആന വലിയ ആന. കോട്ടയത്തെ അന്നത്തെ ഏറ്റവും വലിയ ആനയാണ്. അന്ന് അതിൻ്റെ അപ്പോൾ ആനയൊന്നും എൻ്റെ ഓർമ്മയിൽ ഇത്ര വലുതായിട്ടൊന്നും ഇല്ല. ചങ്ങനകുട്ടിയൊന്നും ഇല്ല, കേശവനില്ല, അങ്ങനെയുള്ള കുറച്ച് ആനകളൊന്നും ഇല്ല. എന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞല്ല. അന്ന് ഗുരുവായൂരപ്പം എന്ന് പറഞ്ഞാൽ അന്ന് ഏറ്റവും വലിയ നല്ല പൊക്കത്തുണ്ടായിരുന്നു. അത്യാവശ്യം കയ്യിലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ മഞ്ജീഷേണ്ണൊക്കെ പറഞ്ഞു അന്ന് എൻ്റെ പ്രായം ചെറുതല്ല. അപ്പോൾ അവന് ഇത്രയും വലിയ ആന ഒറ്റയ്ക്ക് പ്രായം നോക്കണ്ട. അങ്ങനെ നമ്മുടെ പെരുമ്പാവരെ അജിച്ചേട്ടനെ വിളിക്കുന്നത്. ജനാനയൊക്കെ കയറി അജിച്ചേട്ടൻ വന്ന് അഴിക്കുന്നു. അജിച്ചേട്ടൻ വന്ന് അഴിച്ചിട്ട് പോലെ അഴിച്ച് കുറേ കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിഞ്ഞ് തൃക്കൃത്താനത്തെ പരിപാടി കഴിഞ്ഞ് പെരുന്നമ്പലത്തിലെ പരിപാടി കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് പോയി. പിന്നെ പുള്ളി വന്നില്ല. പിന്നെ ആന അവിടെ വെച്ച് വേറൊരു ആനക്കാരൻ വന്നാൽ കെട്ടി അടിക്കാനൊന്നും പറ്റത്തില്ല. അന്നൊന്ന് ഫോണ് ഒന്നുമില്ല. ഫോണുണ്ട്, അത്യാവശ്യം കാശുള്ളവരിലൊക്കെ ഉള്ളൂ. ഒന്നും വലിയ ആനക്കാരുടെ ഒന്നും ഫോണൊന്നും ഞാൻ കണ്ടിട്ടില്ല. പുള്ളി വിളിച്ചാൽ കിട്ടാനും ഫോണൊന്നുമില്ല. അപ്പോൾ ആന ഗോപുരത്തിൻ്റെ അവിടെ കെട്ടിയിരിക്കുന്നത്. അപ്പം ഈ എന്നാ പറയുന്നത്, ഇപ്പോൾ ആന അഴിച്ചുകൊണ്ട് പോകണ്ടേ. പിന്നെ അപ്പം വേറെ ആൾ വന്ന് കെട്ടിയടിക്കാൻ പറ്റത്തൊന്നുമില്ല. കെട്ടിയഴിപ്പ് സമ്മതിക്കുമല്ല. ആന ചങ്ങലയും പിടിക്കും. ഭയങ്കര പ്രശ്നമാവും. ഒന്നും നടക്കത്തില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിനെ അഴിക്കെടുക്കാൻ ഇച്ചിരി പാടാ. അങ്ങനെ എന്നാ പുള്ളി പോയി. ലാസ്റ്റ് ഞാനങ്ങ് അഴിക്കുന്നു. അവിടുന്ന് അഴിച്ച നേരം അവിടെ കൊണ്ട് കെട്ടുന്നു. അവിടുന്ന് പിന്നെ കൊമരകത്തിന് പരിപാടിക്ക് പോകുന്നു. അവിടുന്ന് മൂവാറ്റുപുഴയ്ക്ക് പരിപാടിക്ക് പോകുന്നു. അങ്ങനെ പിന്നെ ആന എനിക്കങ്ങ് തന്നു. പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ചുമതലയാനായിരുന്നു. എൻ്റെ ഏറ്റവും വലിയൊരു ചുമതലയാണ് ആദ്യത്തെ കൊമ്പനാന. അത്രയും വലിയ ആന. നമ്മുടെ ആ ചെറുപ്രായത്തിൽ അത്രയും വലിയ ആന. അതുകൊണ്ട് നല്ല ന്യായമായിട്ട് പരിപാടി എടുത്തു. ഒരു അന്നത്തെ 120 പരിപാടികളോട് എടുത്തു അന്നത്തെ. അത് വിഷ്ണുവൊക്കെ നമ്മുടെ തുരുത്തി വിഷ്ണു കയറുന്നതിന് മുമ്പത്തെ കാര്യം കേട്ടോ പറഞ്ഞത്. അവൻ കുറേ വർഷം കയറി. അപ്പോൾ അവൻ 8 വർഷങ്ങളോ കയറുക. അതിന് മുമ്പത്തെ കാര്യം ഞാൻ പറഞ്ഞത്. കുട്ടനാടി അഞ്ചെണ്ണായിരുന്നു പരിപാടി. ഒന്നും വലിയ വണ്ടിയിലൊന്നും ഇല്ല. അന്ന് നമ്മുടെ കുറുപ്പന്തറ ബെന്നിച്ചണ്ണൊക്കെ ഉള്ളു ആനയൂറി മാർസ്ലീവ. അതിലായിരുന്നു ഞങ്ങളുടെ വണ്ടി 601 ആദ്യത്തെ. ആ വണ്ടിയിലായിരുന്നു ഞങ്ങൾ. അതായത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുടുംബം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. കണ്ട വിശ്വനാഥൊക്കെ ഉണ്ട്. അതിനകത്ത് ഞാനുണ്ട്. ഈ ആനയുണ്ട്. ആ വർഷമൊക്കെ ഓർത്താൽ മതി. പിന്നെ ആ പരിപാടിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതും ഇതുപോലെ തന്നെ വേറൊരു ആനയുടെ കേസിട്ട് വന്നു. അന്നൊന്നും കുഴപ്പമൊന്നും ഇല്ലാത്ത സമയമുള്ളൂ. തുടങ്ങി വരുന്നേ ഉള്ളൂ. ആനയ്ക്കൊന്ന് മാറി അടുത്ത ആന കിട്ടി. അത് മാന്നാർ ഗണേശനാനായിരുന്നു. നമുക്ക് അത്യാവശ്യം നല്ല ആന കൊണ്ട് നടക്കാൻ പറ്റും എന്നപ്പോൾ അടുത്ത ആൾക്കാർ വിളിച്ചു. പിന്നെ നമ്മുടെ ഉണ്ണിപ്പള്ളി മാന്നാർ ഗണേശൻ മാന്നാർ മഠത്തിലെ ആനയായിരുന്നു. അതിതുപോലെ ഒരു ഇച്ചിരി പ്രശ്നമൊക്കെ ആയിട്ട് നീങ്ങുന്ന സമയത്ത് അപ്പത്തിനും കുറേ ആയി. അത് കഴിഞ്ഞു. അങ്ങനെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അല്ല, ഞാനിപ്പം നന്ദുപാപ്പാനെ കുറിച്ച് കേട്ടിട്ടുള്ളൂ. ചാന്നാനിക്കാട് നന്ദു ഞാൻ കേട്ടിട്ടുള്ളൂ. കൂടുതൽ അറിയുന്നത് ചാന്നാനിക്കാട് നന്ദു. അത് വിജയനാന കയറി ആ ഒരു ലെവലില്